ഇന്ന് നോക്കാൻ പോകുന്ന ക്ലർക്ക് ടൈപ്പിസ്റ്റ് 2021 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇന്നലെ നമ്മൾ പഠിച്ച പ്രീവിയസ് ക്വസ്റ്റ്യനിൽ 2-3 ക്വസ്റ്റ്യൻസ് പറയുകയാണ്. അതായത് ഖൈ യാമം എന്നാണ് ശരിയായിട്ടുള്ളത്. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് സന്തോഷപ്രദം. അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് പണിക്കാരാണ് അലിംഗ ബഹുവചനം. പിഞ്ഞാണ വർണ്ണം എന്ന് വെച്ചാൽ പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. ഇത് നമ്മൾ ഇന്നലെ പഠിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് 2-3 ക്വസ്റ്റ്യൻസ് പറഞ്ഞേ. നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദം ഏത്? ഇവയിൽ ശരിയായ പദം എന്ന് പറയുന്ന പ്രാതിനിധ്യമാണ് ശരിയായിട്ടുള്ള പദം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ശരിയായിട്ടുള്ള പദം കൈയക്ഷരം എന്നതാണ് ശരിയായിട്ടുള്ള പദം. അടുത്ത ക്വസ്റ്റ്യൻ, കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായിട്ടുള്ളവ 2 ആനകൾ ചരിഞ്ഞു എന്നതാണ് ശരിയായിട്ടുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, അർദ്ധപഞ്ചാശത്ത് എന്നത് ഏത് സംഖ്യയെ കുറിക്കുന്ന വാക്കാണ്? 25നെ കുറിക്കുന്ന, അതായത് പഞ്ചാശത്ത് എന്ന് വെച്ചാൽ 50 എന്നും അർദ്ധ മീൻസ് പകുതിയാണ്, അതായത് 50ൻ്റെ പകുതി 25. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെൻറ്റ് എന്നതിൻ്റെ വിവർത്തിത പദം ഏത്? സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വിവർത്തിത പദം എന്ന് പറയുന്നത് കൈപ്പീത്താണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്? കൈപ്പീത്ത്. പയസിൻ്റെ കടൽ എന്നതിന് തുല്യമായ പദമാണ് പയോദതി. പയസിൻ്റെ കടൽ പയോദതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പ്രാതിനിധ്യം എഴുതുന്നത് കൈയക്ഷരം, 2 ആനകൾ ചെരിഞ്ഞു എന്നതാണ് ശരിയായിട്ടുള്ളത്. അർദ്ധപഞ്ചാശത്ത് എന്ന് വെച്ചാൽ 25ആണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന പദത്തിൻ്റെ വിവർത്തിത പദം എന്ന് പറയുന്നത് കൈപ്പീത്താണ്. അടുത്തത് 7th ക്വസ്റ്റ്യൻ, സമാനമായ പതിയോടുകൂടിയവൾ എന്നതിന് തുല്യമായ പദമാണ് സപ്തനി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉറി എന്ന വാക്കിൻ്റെ പര്യായ പദം തിരഞ്ഞെടുക്കുക. ഉറി എന്ന വാക്കിൻ്റെ പര്യായ പദമാണ് കാജം. ഉറി കാജം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വർണം എന്ന അർത്ഥം വരുന്ന പദം ഏത്? സ്വർണം എന്ന അർത്ഥം വരുന്ന പദമാണ് ഗാംഘേയം എന്ന് പറയുന്നത്. ഉറുമ്പ് എന്ന വാക്കിൻ്റെ പര്യായ പദം ഏത്? പിപീലിക. ഉറുമ്പ് എന്ന വാക്കിൻ്റെ പര്യായ പദം പിപീലിക. ഐഹികം എന്നതിൻ്റെ വിപരീത പദം പാരത്രികം. ഐഹികം, പാരത്രികം. ഐഹികത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് പാരത്രികം. സോപാധികം വിപരീത പദം നിരുപാധികം. സോപാധികം, നിരുപാധികം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ചുരുക്കി പറയുക. അടുത്തത് ചേർത്തെഴുതുക. ചരണ പ്ലസ് അരവിന്ദം, ചരണാരവിന്ദം. അടുത്തത് ചേർത്തെഴുതുന്ന തന്നെയാണ്. കാക്ക പ്ലസ് പൊന്ന്, കാക്ക പൊന്ന്. പൊൽത്തിടമ്പ് പിരിച്ചെഴുതുമ്പോൾ പൊൻ പ്ലസ് തിടമ്പ്. ഇവൾ പിരിച്ചെഴുതുന്നത് ഈ പ്ലസ് അൾ, ഇവൾ. ഫോജിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ പദം ഫോജി. ചാതകം എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ചാതകി. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളെ അർത്ഥം നഷ്ടപ്പെടുത്താതെ ചേർത്തെഴുതുക. കാറ്റ് വീശുകയും മഴ പെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന പ്രാതിനിധ്യം, കൈയക്ഷരം, 2 ആനകൾ ചെരിഞ്ഞു, അർദ്ധപഞ്ചാശത്ത് എന്ന് വെച്ചാൽ 25ആണ്. സ്റ്റേറ്റ്മെൻറ്റ് വിവർത്തിത പദം എന്ന് പറയുന്നത് കൈപ്പീത്താണ്. പൈസിൻ്റെ കട എന്നതിന് തുല്യമായ പദമാണ് പയോദതി എന്ന് പറയുന്നത്. പതിയോട് കൂടിയവ സപ്തനിയാണ്. ഉറി എന്ന വാക്കിൻ്റെ പര്യായപദം കാജം. സ്വർണത്തിന് അർത്ഥം വരുന്നത് ഗാംഘേയം. ഉറുമ്പ് എന്ന വാക്കിൻ്റെ പര്യായപദം വിപീലിക. ഐഹിക വിപരീത പദം പാരത്രികം. സോപാധിക വിപരീത പദം നിരുപാധികം. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. ചേർത്തെഴുതുക. ചരണ പ്ലസ് അരവിന്ദം, ചരണാരവിന്ദം. കാക്കപ്പൊന്ന്, പൊൻ തിടമ്പ്. ഇവൾ ഈ പ്ലസ് അൾ, ഫോജിനി, ഫോജി. ചാതകം സ്ത്രീലിംഗ പദം എന്ന് പറയുന്നത് ചാതകി. താഴെ കൊടുക്കുന്ന വാക്യങ്ങളെ അർത്ഥം നഷ്ടപ്പെടാതെ ചേർത്തെഴുതുക. കാറ്റ് വീശി മഴ പെയ്തു, കാറ്റ് വീശുകയും മഴ പെയ്യുകയും ചെയ്തു. പ്ലീസ് സബ്സ്ക്രൈബ്.